എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, അയ്യൂബ് നബി എനിക്കൊന്ന് കാണിച്ചു തരണേ. കാണിച്ചു തരുമായിരിക്കുമല്ലേ മൂപ്പര് നബിയോട് ഇരിക്കുക. അപ്പൊ നബി പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അല്ലാഹു വല്യോൻ കാണിച്ചു തരുമായിരിക്കും, തരട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ റഹ്മത്ത് നബി വെക്കുന്നുണ്ട്. രാത്രിയായി എല്ലാവരും ഇബാദത്തിന് 4 ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ റഹ്മത്ത് നബി വന്നിട്ട് ചോദിച്ചു, അല്ല നബിയെ ആ പാവത്തിന്റെ പ്രാർത്ഥന കേട്ടില്ലേ, നബിയെ ഒന്ന് കാണിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൂടായിരുന്നു ഞാൻ നബിയാന്ന്. അപ്പൊ നബിയുടെ മറുപടി, ഇല്ല റഹ്മത്തെ, ഇപ്പൊ ഞാൻ നബിയാണെന്ന് പറഞ്ഞിട്ട് അയാൾ കണ്ടാൽ എന്റെ ഈ രോഗം കാരണം അയാൾ വിഷമിക്കും. ആ വിഷമമുണ്ടല്ലോ, എന്നെ കണ്ടിട്ട് അയാൾ വിഷമിക്കുന്ന ഒരു വിഷമമുണ്ടല്ലോ, ആ വിഷമത്തിന് ഞാൻ ചിലപ്പോൾ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. നീ എന്തിനാ അയാളെ വിഷമിച്ച് ചോദിച്ചാലോ? ആ തഖ്വ കണ്ടില്ലേ, ആ മനസ്സിന്റെ തഖ്വ ഈമാൻ. എന്റെ രോഗം കണ്ട് അയാൾ വിഷമിച്ചാൽ ആ വിഷമത്തിന് ഞാൻ റബ്ബിനോട് മറുപടി പറയേണ്ടി വന്നെങ്കിലോ? എന്റെ റഹ്മത്തെ അത് വേണ്ട. പിന്നീട് ഒരു കാലഘട്ടത്തിൽ അല്ലാഹു നമ്മെ യോജിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അല്ലാഹു സംഭവിപ്പിക്കുന്നുവെങ്കിൽ അതാണ് ഖൈർ. പിന്നെ റഹ്മത്ത് ഒരു കാര്യമുണ്ട്, എന്താ? നാളെ പ്രഭാതത്തിന് സുബഹിക്ക് മുമ്പ് തന്നെ ഇവിടെ സ്ഥലം പടണം. റഹ്മത്ത് വെച്ച് അങ്ങോട്ട് അതൊന്നും അറിയില്ല, എങ്ങോട്ട് വിചാരിച്ചിട്ട് വന്നൊന്നുമല്ല. നമുക്ക് രാവിലെ പോകണം. സാധാരണ ഞാൻ പറയുന്നത് പോകണോ, ഇന്ന് ഞാൻ പറയുന്നത് പോകണോ? അപ്പൊ റഹ്മത്ത് പറഞ്ഞല്ല, 2 ദിവസം കൂടി ഇവിടെ കൂടെ അയ്യൂബ് നബി പറഞ്ഞത് വേണ്ട. ഈ വീട്ടുകാർക്ക് നമ്മളെ കൊണ്ടൊരു ഇടങ്ങേറ് വേണ്ട. എന്തിനാ അതിഥികളായ നമ്മളിതിന് ആതിഥേയന്മാർക്ക് ഇടങ്ങേറുണ്ടാക്കുന്നു? അത് പാടില്ലല്ലോ. അതിഥികൾ ആതിഥേയന്മാർക്ക് ഇടങ്ങേറുണ്ടാക്കണം. നേരം വെളുത്തപ്പോ ആ ഫക്കീറും ഭാര്യയും പറഞ്ഞ് കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ, നമുക്ക് രോഗ ചികിത്സ ഒക്കെ നടത്തിയിട്ട് പോകാം. അയ്യൂബ് നബി പറഞ്ഞു, അവരല്ലേ രോഗം തന്നവൻ, അവൻ തന്നെ മാറ്റാൻ പറ്റിയവനാണ്, അവൻ മാറ്റും ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്കിപ്പം കണ്ടുമുട്ടാ, ഞങ്ങളിപ്പോ പോകുന്നു. സ്ഥലം പെട്ട് കുറേ നടന്നു. എത്തിയതോ വലിയ പൈസക്കാരുടെ നാട്ടിൽ. പൈസക്കാരുടെ നാട് കണ്ടപ്പോ തന്നെ റഹ്മത്തിക്ക് സമാധാനമായി. എല്ലാ വീട്ടിലും പണിയുണ്ടാവും, കുറെ കാലം ഇവിടെ കൂടാ എന്ന് കണക്ക് വേണ്ടിയിട്ട് അയ്യൂബ് നബി ഭാര്യ പറഞ്ഞു, നബിയെ ഈ നാട് പണക്കാരുടെ നാടാ, ഇവിടെ കുറെ കാലം പണിയെടുക്ക. നബി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട റഹ്മത്തെ, ഇന്നലെ അന്തിക്കൂര കിടന്ന ചെറ്റക്കൂരയിൽ നിന്ന് കിട്ടിയതൊന്നും ഇന്നിന്റെ പണക്കാര നാട്ടിൽ നിന്ന് പ്രതീക്ഷിച്ചു പോകണ്ട നീ എന്ന് റഹ്മത്ത് ബീവിയോട് കൃത്യമായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ചെറ്റക്കൂരയിൽ കിട്ടിയ സ്നേഹവും ലാളനയും ഒന്നും ഈ നാട്ടിലെ പണക്കാരുടെ വീട്ടുകളിൽ നിന്ന് കിട്ടിയേക്കുമെന്ന പ്രതീക്ഷ വേണ്ട റഹ്മത്തെ. ചിലപ്പോൾ നേരെ തിരിച്ചടിയാ ഉണ്ടാവുക. റഹ്മത്ത് പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്കിത് പ്രത്യേക സരോസില്ലല്ല. അവിടെ കൊണ്ട് ജോലിക്ക് തീരുമാനിച്ചു. ഒരു വലിയ വീട് തന്നെ ആദ്യം തെരഞ്ഞെടുത്ത് റഹ്മത്ത് ബീവി. അയ്യൂബ് നബിയോട് പറഞ്ഞു, ഒരു വലിയ വീട്ടിലേക്കാ പോണു. ആ പോയി വന്നു, പോയി ഗേറ്റ് ഓർത്ത് മുറ്റത്തെത്തി ഒരു വിളി, ഇവിടെ ആരില്ലേ? അതാ വരുന്ന ജബലു ഉമൈസ് പോലത്തെ സാധനം, ദുനിയാവിൽ ഒരു പണി കൊടുക്കാത്ത ഒരു ഹലാക്കില്ല സാധനം. എന്നിട്ട് ഇതിങ്ങനെ ഉരുണ്ട് മുറ്റത്തേക്ക് കോലാരി കഴിഞ്ഞ് റഹ്മത്ത് ബീവി നോക്കി, എന്നായി വരുന്നത് റോഡറാണ്. ഒരു പണിയെടുക്കാൻ കൊളസ്ട്രോൾ കയറി തടിച്ചിട്ട് ഇങ്ങനെ ഇത്ര വണ്ണത്തിൽ ഒരു നമ്മള് ഈ കാലത്തെ പെണ്ണുങ്ങളെ പോലെ തന്നെ ഒരു പണി കൊടുക്കില്ല. അലക്കാൻ അലക്ക് മെഷീൻ, അരക്കാൻ അരക്ക് മെഷീൻ, മാന്താൻ മാന്ത് മെഷീൻ, ഇനി കുളിക്കേണ്ട മെഷീൻ നോക്കിയിട്ടാണ് നിൽക്കുന്നേക്കാവുമ്പോ. എന്നാ പിന്നെ ഷവറിലെങ്കിലും പോയി സാധനം ഇറങ്ങി നബിയുടെ ഭാര്യ വെച്ച് ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടോ? ഫുള്ളായിട്ട് പറയുന്നതിന് മുമ്പ് ആ ജോലിയാ ഇവിടെ ഒരു സാധനത്തില്ല. ഇന്ന് ജോലിക്ക് ചോദിക്കും, നാളെ കയറി കിടക്കാൻ സ്ഥലം ചോദിക്കും, ഓരോന്നും കണ്ട് വരും. ഇവിടെ ഒരു ജോലിയില്ല, അറിയിപ്പോ. അത് കേട്ടോടെ നബിയുടെ ഭാര്യ അങ്ങനെ ഇറങ്ങിയപ്പോ വേറെ മറുപടി ഒന്നും ഇല്ല. ഓളെ മറുപടി വെച്ച് പറഞ്ഞില്ലേ, ഇറങ്ങി വരുമ്പോ ഈ റഹ്മത്ത് ബിയുടെ തന്നെ പെണ്ണുങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ ഈ റഹ്മത്ത് ബിക്ക് അല്ലാഹു മുടി നൽകി. സ്ത്രീകളുടെ സൗന്ദര്യമാണ് അവരുടെ മുടി. ഇത്ര ഭയങ്കര മുടിയാ. നിങ്ങളുടെ അഴിച്ചിട്ടാല് ഏകദേശം മുസ്ലിംകാലിന്റെ താഴെ എത്തുന്നതാണ് റഹ്മത്ത് ബിയെ കുറിച്ചൊരു ചരിത്രം പറഞ്ഞത്. അത്ര നല്ല മുടിയാണ്, പനങ്കുല പോലെയുള്ള മുടി. അത് മൊത്തത്തിൽ കാണിക്കാതെ ഇങ്ങനെ ചുരുട്ടി ഒരു പഴകിയ തട്ടത്തിലൂടെ കെട്ടി വെച്ചതാണ് റഹ്മത്ത് ബി ആയതുകൊണ്ട്. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് അന്ന് അങ്ങനത്തെ മുടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ബസ് കയറാൻ കഴിയില്ല. ഉറപ്പ് എന്നിട്ട് തന്നെ കയറാൻ കഴിയുന്നില്ല. ഷാമ്പിട്ട് മുടി പറപ്പിച്ചിട്ട് പെണ്ണുങ്ങളെ സീറ്റ് ബേക്കിലെ ഓരോരുത്തർ ഇരുന്നിരുന്ന് കെടിഞ്ഞു ഓളം മുടി ഉണ്ടാവും. കാറ്റിന് നമ്മളെ അണ്ണാക്കിലേക്ക് ഇൻഷാ വെച്ചതാ തട്ടത്തിന്റെ ഉള്ളിൽ. ഇതിങ്ങനെ മുടിയുടെ വണ്ണം കണ്ടപ്പോ കള്ള ഇറങ്ങി പറഞ്ഞ് പിന്നെ നിനക്ക് എന്തിനാ ജോലി? കൂലി കുറച്ച് പലഹാരം കിട്ടണം, ഒരു ഭക്ഷണം കിട്ടണം. ഭക്ഷണമൊക്കെ ഞാൻ നിനക്ക് തരാം, നിന്റെ മുടിയൊന്ന് കണ്ടിട്ട് പലഹാരം തരാ സൗന്ദര്യ പരിഹാരത്തിനാ എന്റെ പരിഹാരത്തിനാ. റഹ്മത്തിന്റെ കട്ടം മാറ്റിയുടെ മുടി ഇങ്ങനെ നോക്കിയിട്ട് പറയാം, എന്തൊരു മുടി, അപാര മുടി.
നിനക്കെന്തോ മുടി. അപ്പൊ റഹ്മത്ത് ബീവി പറഞ്ഞു, അല്ലതാ അതെ അല്ല, ഇവള് പറയാ, നീ നിന്റെ മുടി എനിക്ക് തരൂ, ഈ മുടി എനിക്ക് തരുമോ, ഞാൻ നിനക്ക് ആവശ്യമുള്ള പലഹാരം തരാം, ഇഷ്ടം പോലെ ഭക്ഷണം തരാം, ഈ മുടി തരുമോ? നമുക്ക് ചോദിച്ചാൽ എന്തിനാ? അത് ഇത് കൂട്ടിക്കെട്ടിയിട്ട് ഇതേതായാലും പണ്ണം അത്രയുണ്ടാവും, ഇത് കൂട്ടിക്കെട്ടിയിട്ട് കുറച്ച് ദിവസം ഇത് ആട്ടിയിട്ട് അങ്ങനെ ഒരു സമാധാനം കിട്ടാൻ ചിന്തിച്ചു, എനിക്കെന്തിനായി കൂട്ടി? എന്റെ ഭർത്താവോടെ പട്ടികളൊക്കെ ഒരു നേരത്തെ നോമ്പോർക്കാൻ കിട്ടിയ അതിന്റെ ഏറ്റവും നല്ലത് ഈ മുടി എന്തിനാ ആർക്ക് കാണിക്കാൻ? അമ്മത്തിന് സംബന്ധിച്ചു, ശരി കുറിച്ചെടുത്തോ, കുറച്ച് പലഹാരം തന്നാൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് ഈ തള്ളണ്ട ഈ അലോക്കിന്റെ ജബല് കുബീസ് ഇത് ഫുള്ള് മുറിച്ച് മൊത്തം മുറിച്ചു കൂടി ആ മുടി എടുത്തിട്ട് ഇങ്ങനെ പരങ്കുല പോലെ അങ്ങ് വെച്ച് അമ്മത്തിന് നോക്കുമ്പോ സ്വന്തം മുടി ചിന്താവാ. അത് ശരി, എന്നിട്ട് പലഹാരം കൊടുത്തു. ആ പലഹാരവും വാങ്ങിയിട്ട് റഹ്മത്തിന് വരികയാണ്. അപ്പൊ ഇവിടെ എന്താ കഥ? അയ്യൂബ് നബി കിടക്കുന്ന പാറയിലെടുത്ത് ഇബ്ലീസ് വേഷന്മാർ ചെറുപ്പക്കാരന്റെ രൂപത്തിൽ ഇബ്ലീസ് വന്നിട്ട് ആരോടും ഇല്ലാതെ ഇബ്ലീസ് വെറുതെ അങ്ങനെ പറയാൻ തുടങ്ങി. എന്തൊരു നാട്ടുകാരൻ, ആ പെണ്ണ് ഒരു ചെറിയ തെറ്റിനും ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് ഇത്ര വൃത്തികേടേ, ഓ വൃത്തികെട്ട നാട്ടെ. അപ്പൊ നബിയ കിടന്ന കിടപ്പിൽ ചോദിച്ചു, ആരാ എന്താ പറയുന്നേ? അപ്പൊ ഇബ്ലീസ് ഇങ്ങനെ നിങ്ങളുണ്ട് അവിടെ കിടക്കുന്നത്, എന്താ സുഖമൊന്നുമില്ലേ? നബി പറഞ്ഞു, ഇല്ല സുഖമില്ല. എന്താ? അത് നിങ്ങളെന്തോ പറയുന്നത് കേട്ടല്ലോ. അല്ല അതേ ഇവിടുത്തെ ഒരു സംഭവം പറഞ്ഞതാ. എന്താ അത്? ഇപ്പൊ എന്തോ ഒരു സംഭവം ഒന്നും പറയാനില്ല. നബി ഒന്ന് ചോദിച്ചു, അല്ല എന്നാന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ? അതോ അവനെ കേട്ടോ, ഒരു പെണ്ണ് രാവിലെ ഈ നാട്ടിൽ ഇങ്ങനെ ഓരോ വീട്ടിലും കയറിയിട്ട് ചോദിക്കുന്നുണ്ട്, ജോലി തരുമോ ജോലി തരുമോ? ഇപ്പൊ തന്നെ അയ്യൂബ് മനസ്സിലായി റാമത്തിബിയ. എന്നിട്ട് ജോലി ഒന്നും കിട്ടിയില്ല എന്നല്ല, ഈ നാട്ടുകാർ മഹാഹംക്കളം ജോലി കൊടുത്തില്ല. അവൾ അവസാനം വെറുതെ ഇറങ്ങി വരികയാണ്, ജോലി കിട്ടാതെ നിരാശയോടെ വരുമ്പോ അവൾ ജോലി അന്വേഷിച്ച് കയറി ഒരു വീട്ടിൽ ചെറുപ്പക്കാരൻ അവളുടെ ബാങ്ക് പോയി. അവളോട് ചോദിച്ചു, നിനക്ക് എന്തിനാ ജോലി? അവൾ പറഞ്ഞു, കുറച്ച് ഭക്ഷണം കിട്ടണം, എന്റെ ഭർത്താവിനും കൊടുക്കണം, ഭർത്താവിന് സുഖമില്ല എന്ന് പറയുന്നത് കേട്ടു. ഉടനെ അവർ ചോദിച്ചു, നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം ഞാൻ വാങ്ങിത്തരാം, നീ എന്റെ കൂടെ വ്യഭിചരിക്കാൻ വരുമോ? ആദ്യം പഠിച്ച പെണ്ണ് പിന്നെ അത് സമ്മതിച്ചു. അങ്ങനെ അവനും അവളും കടയുടെ പിന്നിൽ കിടന്നിട്ട് വ്യഭിചരിക്കുന്നത് നാട്ടുകാർ കണ്ടുപിടിച്ചു. ഇബ്ലീസ് അത് പറഞ്ഞപ്പോ പെട്ടെന്ന് അയ്യൂബ് പറഞ്ഞു, ഇല്ല എന്റെ റഹ്മത്ത് അങ്ങനെ ചെയ്യൂല, എന്റെ റഹ്മത്ത് അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞ ഇബ്ലീസ് പറഞ്ഞു, അല്ല മനുഷ്യ, അപ്പൊ നിങ്ങളെ കെട്ടിയോടാണോ പോയ ജോലിക്ക്? നിങ്ങളെ കെട്ടിയോടെ നാണം ഇല്ലല്ലടാ സുഖമില്ലാണ്ട് കിടക്കാൻ വൃത്തികെട്ടോറെ. പെണ്ണിനെ വ്യഭിചരിക്കാനയച്ചിട്ട് വ്യഭിചാരത്തിന്റെ ഉച്ചിഷ്ടം വാങ്ങി ഭക്ഷിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ ഇവർക്ക് മരിച്ചൂടെ? അതിനൊക്കെ നിങ്ങളൊക്കെ നല്ലത് മരണമാണടാ. അയ്യൂന് പറഞ്ഞു, നിങ്ങൾ എന്താ പറയണത്? അതെ, എന്റെ പെണ്ണത് ചെയ്യൂല. ആ വിശ്വാസം കടന്നോ? ഈ നാട്ടുകാര് വ്യഭിചാരികളെ കണ്ടുപിടിച്ചാൽ ചെയ്യുന്ന പണിയുണ്ട്. മുടി മുടിയടിക്കും, മുടി മുറിച്ചു കളയും. നിന്റെ ഭാര്യ ഉണ്ടല്ലോ, ആ തേപിടിശി, അവൾ ഇങ്ങോട്ട് വരും, അവളുടെ മുടിയുണ്ടോ നോക്ക്, എന്നിട്ട് മതി ന്യായപാടും. അയ്യൂബിനേക്ക് പറക്കാൻ തുടങ്ങി. റഹ്മത്ത് വ്യഭിചരിക്കേ, അതും പറഞ്ഞ് ഇബ്ലീസ് മുങ്ങി. മഹാനായ അയ്യൂബ് നബി ക്രോധം കൊണ്ട് ഇതിന് ചെയ്തേക്കാൻ കഴിഞ്ഞില്ല. എഴുന്നേൽക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ റഹ്മത്തുള്ള ഭാഗത്തെ ഓടാൻ അയ്യൂബ് നബിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, കൊല്ലാൻ. ആ അയ്യൂബ് നബി കിടക്കാണ്. അപ്പോഴാണ് കഥയറിയാതെ റഹ്മത്ത് സ്വന്തം മുടി മുറിച്ച് വിച്ചിട്ട് കെട്ടിയതുമായിട്ട് വരണത്. ഭർത്താവിന്റെ അടുത്ത് വന്ന് സലാം ചെയ്ത് അസ്സലാമു അലൈക്കും. അയ്യൂബ് നബി സലാം മടക്കുന്നില്ല. 3 പ്രാവശ്യം മടക്കുന്നില്ല. മുമ്പിൽ വന്ന് നിന്നിട്ട് വെച്ച്, നിങ്ങൾക്ക് എന്താ പറ്റിയേ? രാവിലെ ഞാൻ പോകുമ്പോ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, എന്താ ഇങ്ങനെ? എന്താ റഹ്മത്താ വന്നത്? അയ്യൂബ് നബി ചോദിച്ചു, എനിക്ക് ഭക്ഷണം കിട്ടിയോ? ഭക്ഷണം കിട്ടി. ജോലി ചെയ്തോ? ഒന്നും മിണ്ടിയില്ല. നീ എന്താ മിണ്ടാത്തെ? നീ എന്തെങ്കിലും ജോലി ചെയ്തോ? ജോലി പെട്ടെന്ന് റഹ്മത്ത് പറഞ്ഞു, ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ? നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ജോലി ചെയ്യാതെ ഭക്ഷണം വാങ്ങരുതെന്ന്. കാരണം മരുന്ന് കൊണ്ടുവരുന്നത് തുരന്ന് തിന്നുന്നവനല്ല പ്രവാചകൻ. എന്നോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇല്ല നബി, ഞാൻ ഇരുന്നിട്ടില്ല, ഞാൻ ഇരുന്ന് വാങ്ങിയതല്ല. പിന്നെ നിനക്ക് എങ്ങനെ ജോലി ചെയ്യാതെ ഭക്ഷണം കിട്ടി? നീ എന്റെ അടുത്തിരുന്നാട്ടെ, നീ ഇവിടെ ഇരുന്നാട്ടെ. റഹ്മത്ത് അടുത്ത് വന്നിരുന്നു. ഭർത്താവിന്റെ ശരീരത്തിൽ എന്നെ തടവി കൊടുക്കുമ്പോ പെട്ടെന്ന് അയ്യൂബ് നബി പറഞ്ഞു, എന്റെ വലത്തെ കൈയുണ്ടല്ലോ, അത് നീ എടുത്തിട്ട് നിന്റെ തലയിലൊന്ന് വെച്ചാട്ടെ.